Next topic is errors in leveling. Okay. So broadly, we can classify it into instrumental errors, natural errors, and personal errors. So instrumental errors basically error due to imperfect adjustment, error due to sluggish bubble, and road not of standard length. അപ്പോൾ ഒന്ന് ഡംപി ലെവലിൻ്റെ പെർമനൻ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് ഫണ്ടമെൻ്റൽ ലൈൻസ് തമ്മിലുള്ള റിലേഷൻസ്, ആ ഡിസൈഡ് റിലേഷൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻഡ് അല്ല എങ്കിൽ ഉണ്ടാവുന്ന എറർ. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫണ്ടമെൻ്റൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്. വി ഹാവ് ദി ലൈൻ ഓഫ് കോളിമേഷൻ, വെർട്ടിക്കൽ ആക്സിസ്, ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ്, എക്സെട്ര. സോ ഈ ലൈൻ ഓഫ് കോളിമേഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ തന്നെ ആക്സിസ് ഓഫ് ബബിൾ ട്യൂബ് ഷുഡ് ബി പാരലൽ ടു ദ ലൈൻ ഓഫ് കോളിമേഷൻ. ഓക്കെ. ആൻഡ് ഇപ്പം നമ്മുടെ ക്രോസ് ഹെയറിൽ തന്നെ വി ഹാവ് ദ ഹൊറിസോണ്ടൽ ക്രോസ് ഹെയർ അല്ലേ. Horizontal crosshair should lie in the plane of the crosshairs. So it should be perpendicular to the vertical. So ഇങ്ങനെയുള്ള ഫണ്ടമെന്റൽ ലൈൻസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ലൈൻസ് തമ്മിലുള്ള റിലേഷൻസ് മെയിൻറ്റെയിൻഡ് അല്ല. ചിലപ്പോൾ ഓവർ യൂസ് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റിന്റെ എന്താണ് സ്ക്രൂസിന്റെ ഒക്കെ വേറെ എയർ കൊണ്ടോ ഒക്കെ ഈ റിലേഷൻസ് മാറാം. അപ്പം അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടി വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സിനെയാണ് നമ്മൾ പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയാം. ഇനി അപ്പോൾ ഇതിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ, അപ്പോൾ ഈ പറയുന്ന ലൈൻസ് തമ്മിലുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ, പിന്നെ ചിലപ്പോൾ എറർ ഡ്യൂ ടു സ്ലഗ്ഗിഷ് ബബിൾ. സ്ലഗ്ഗിഷ് ബബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ലെവൽ ചെയ്യാൻ സമയത്ത് ഫുഡ് സ്ക്രൂസ് റൊട്ടേറ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഫുഡ് സ്ക്രൂ നമ്മൾ സാധാരണ രണ്ട് ഫുഡ് സ്ക്രൂ, അതായത് ടെലിസ്കോപ്പ് രണ്ട് ഫുഡ് സ്ക്രൂ കണക്ട് ചെയ്യുന്ന ആ ഒരു ട്രയാങ്കിളിന്റെ സൈഡിന് പാരലാക്കി വെച്ചുകൊണ്ട് രണ്ട് സ്ക്രൂ ഒരേപോലെ ഔട്ട്വേർഡ്സ് അല്ലെങ്കിൽ ഒരേപോലെ ഇൻവേർഡ്സ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ബബിള് മൂവ് ചെയ്ത് സെന്ററിൽ വരണം. ചില ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എത്ര പ്രാവശ്യം നമ്മളങ്ങനെ ഫുഡ് സ്ക്രൂ റൊട്ടേറ്റ് ചെയ്താലും നമുക്ക് കാണാൻ പറ്റും ഈ ബബിള് മൂവ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ്, അല്ലെങ്കിൽ എത്ര നമ്മൾ റൊട്ടേറ്റ് ചെയ്താലും ബബിള് വരുന്നില്ല അല്ലെ, സെന്ററിലോട്ട് ആവുന്നില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എറേഴ്സ്, അപ്പൊ അതും നമുക്ക് പെർമനന്റ് അഡ്ജസ്റ്റ്മെന്റ്സിൽ കറക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. പിന്നെ അതുപോലെ റോഡ് നോട്ട് ഓഫ് സ്റ്റാൻഡേർഡ് ലെങ്ത്, നമ്മളിപ്പോൾ 4 മീറ്റർ ലെവലിംഗ് സ്റ്റാഫ് എന്ന് പറയുന്നു അല്ലെ, പക്ഷേ നമ്മുടെ ആ ലെവലിംഗ് സ്റ്റാഫിൽ കറക്റ്റായിട്ട് അത് 4 മീറ്റർ അല്ല. അങ്ങനെയൊക്കെ ഉള്ള സമയത്താണ് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി നാച്ചുറൽ എറേഴ്സ്. ഇപ്പൊ നാച്ചുറൽ എറേഴ്സ് എന്ന് പറയുമ്പോൾ എറർ ഡ്യൂ ടു കർവേച്ചർ, error due to refraction, error due to variation in temperature, then sometimes the tripod may settle down. Okay, നമ്മൾ വളരെ വീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറ്റ് ആയിട്ടുള്ള കുറച്ച് മാർഷി ഏരിയയിലൊക്കെയാണ് നമ്മൾ സർവേ ചെയ്യുന്നതെങ്കിൽ, ലെവലിംഗ് ചെയ്യുന്നതെങ്കിൽ, ട്രൈപോഡ് നമ്മൾ അവിടെ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ കാലുകൊണ്ട് ഒന്നും അതിൻ്റെ ആ ട്രൈപോഡിന്റെ ലെഗ്സിനെ നല്ലതായിട്ട് മണ്ണിൽ ചവിട്ടി ഉറപ്പിച്ച് വെച്ചില്ലെങ്കിൽ, വർക്ക് ചെയ്ത് നമ്മൾ ലെവൽ ചെയ്ത് 2-3 റീഡിംഗ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ ട്രൈപോഡ് പതുക്കെ ഒന്ന് സെറ്റിൽ ആവും. സെറ്റിൽ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ അസംഷൻ എന്താണ്? ആ ലൈൻ ഓഫ് സൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലൈൻ ഓഫ് സൈറ്റില് ലെവൽ മാറുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇങ്ങനെ ഇപ്പോൾ ബാക്ക് സൈറ്റ് എടുക്കുമ്പോൾ ഒരു ലെവലായിരിക്കും, IS എടുത്തപ്പോഴും ആ സെയിം ലെവൽ. പക്ഷെ അടുത്ത IS എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ മണ്ണ് പതുക്കെ താന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രൈപോഡ് പതുക്കെ സെറ്റിൽ ആവുകയും നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂവിൽ എറർ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ വിൻഡ് വൈബ്രേഷൻസ്, വളരെ വിൻഡി ആയിട്ടുള്ള വളരെയധികം കാറ്റ് അടിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ ട്രൈപോഡ് അല്ലെങ്കിൽ ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യാനും അതുവഴി ഇവിടെ റീഡിങ്സിൽ എറർ ഉണ്ടാവാനും ഒക്കെയുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതെല്ലാമാണ് നാച്ചുറൽ ആയിട്ടുള്ള എറർ. അപ്പൊ അതിൽ കർവേച്ചർ എററും റിഫ്രാക്ഷൻ എററും നമ്മൾ എന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇനി പേഴ്സണൽ എറേഴ്സ്. സോ പേഴ്സണൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രുമെന്റിനെ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ, അതായത് പ്രോപ്പറായിട്ട് ആ ഒരു റൂൾ അനുസരിച്ച് ഇപ്പോൾ ഒരു സൈഡിന് പാരലാക്കിയിട്ട് രണ്ട് സ്ക്രൂ ഒരേപോലെ സൈമൾട്ടേനിയസ്ലി ഫുഡ് സ്ക്രൂസ് ഇൻവേർഡ്സ് അല്ലെങ്കിൽ ഔട്ട്വേർഡ്സ് മൂവ് ചെയ്യണം. അതിന് പകരം ചില ആളുകൾ എന്ത് ചെയ്യും, അവർക്ക് ആ പ്രൊസീജിയർ അറിഞ്ഞുകൊണ്ടാത്തതുകൊണ്ട് അവർ ഒരു സ്ക്രൂ മാത്രം തിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഒരേ രീതിയിൽ ഇൻവേർഡ്സ് അല്ലെങ്കിൽ ഔട്ട്വേർഡ്സ് ചെയ്യില്ല, ഒരെണ്ണം ഇൻവേർഡ് ഒരെണ്ണം ഔട്ട്വേർഡ് ചെയ്യും. ഇതൊക്കെ പ്രൊസീജിയറിലുള്ള എററാണ്, ഇതൊക്കെ പേഴ്സണൽ എററാണ്. ഇനി റീഡിംഗ് വായിക്കുമ്പോൾ നമുക്കറിയാം ലീസ് കൗണ്ട് എന്ന് പറയുന്നത് 0.005
മീറ്റർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ 5 മില്ലിമീറ്റർ ആണ്. അപ്പോൾ അത് 1.015 എന്നുള്ളതിന് പകരം ചിലപ്പോൾ 1.150 അങ്ങനെയൊക്കെ തെറ്റി വായിക്കാം. അതുപോലെ ഒരാൾ വായിക്കും, അത് കേട്ടെഴുതുന്ന ആ ഒരു സ്റ്റാഫ്മാൻ അല്ലെങ്കിൽ സർവേയർ ചിലപ്പോൾ 1.01 എന്ന് പറഞ്ഞതിനെ 1.15 അങ്ങനെ എഴുതാം, അപ്പൊ തെറ്റിച്ചെഴുതാം. അപ്പൊ ഇത്തരം ഉള്ള എറേഴ്സിനെയാണ് നമ്മൾ പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ എറേഴ്സ് arise due to the inattention, then carelessness or inexperience of the surveyor, okay, or lack of knowledge, lack of proper understanding of the procedure. ഇതൊക്കെ കൊണ്ട് വ്യക്തമായിട്ട് പ്രൊസീജിയർ അറിഞ്ഞൂടാത്തതുണ്ടോ, കാൽക്കുലേഷൻ അറിഞ്ഞൂടാത്തതുണ്ടോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു തിയറി കൺസെപ്റ്റ് ഒന്നും മനസ്സിലാക്കാതെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എററുകൾ, അതൊക്കെയാണ് പേഴ്സണൽ എറേഴ്സ്. ഓക്കെ, ദെൻ let us move on to the curvature errors and refraction errors in detail. Okay, so നമ്മൾ ലോങ് സൈഡ്സ് എടുക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് കർവേച്ചർ എറർ. പ്രോപ്പർലി അഡ്ജസ്റ്റഡ് ഇൻസ്ട്രുമെന്റ് എപ്പോഴും റീഡിങ് എടുക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു ദ ഹൊറിസോണ്ടൽ ലൈൻ ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന എററാണ് കർവേച്ചർ കറക്ഷൻ. കർവേച്ചർ കറക്ഷൻ നമ്മൾ CC എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു d²/2r. സ്മോൾ d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ലെവലിംഗ് സ്റ്റാഫ് ഫ്രം ദി സെന്റർ ഓഫ് ദി ഇൻസ്ട്രുമെന്റ്. ഇൻസ്ട്രുമെന്റിന്റെ സെന്റർ തൊട്ട് ലെവലിംഗ് സ്റ്റാഫ് വരെയുള്ള ദൂരമാണ്. ക്യാപിറ്റൽ R റേഡിയസ് ഓഫ് ദ എർത്ത് ആണ്. വി ടേക്ക് ഇറ്റ് ആസ് 6370 kilometer radius of the earth. So curvature correction കാരണം normally the points appear to be lower than they actually are. നമുക്ക് ആ പോയിന്റ് ലോവർ ആയതായിട്ടാണ് തോന്നുന്നത്. സ്റ്റാഫ് റീഡിംഗ് എപ്പോഴും നമുക്ക് ഗ്രേറ്റർ ആയിരിക്കും. ശരിക്കും എത്രയാണോ കിട്ടേണ്ടത് അതിനേക്കാളും കൂടിയ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ CC കർവേച്ചർ കറക്ഷൻ ഇസ് ഓൾവേസ് സബ്ട്രാക്റ്റീവ്. Therefore, ഇപ്പോൾ ഈ ഒരു ഇക്വേഷനകത്ത് CC is equal to നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു. സോ മൈനസ് d²/2r. അപ്പോൾ d²/2 ഇൻറ്റു ക്യാപിറ്റൽ R എന്നുള്ളത് 6370 കിലോമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും CC is equal to minus 0.0785 d² എന്ന് കിട്ടും. ഇനി എന്താണ് റിഫ്രാക്ഷൻ? എറർ ഡ്യൂ ടു റിഫ്രാക്ഷൻ. നമുക്കറിയാം, ഒരു ലൈറ്റ് ബീം അല്ലെ, അത് ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പാസ് ചെയ്യുമ്പോൾ ഇറ്റ് ബെൻഡ്സ്. സോ ദ ബെൻഡിങ് ഓഫ് ദ റേ ഓഫ് ലൈറ്റ് ആസ് ഇറ്റ് പാസസ് ഫ്രം one medium to another is called as refraction. And the atmosphere cools and it has a lower pressure as we rise in the atmosphere. അറ്റ്മോസ്ഫിയറിൽ നമ്മൾ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് ഒരു പ്രഷർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഇറ്റ് വിൽ ബി ലെസ് അല്ലെ. മുകളിലോട്ട് പോകുന്തോറും pressure will be less, and this tends to refract the light upwards and away from the surface. അപ്പോൾ ഈ റിഫ്രാക്ഷൻ കൊണ്ട് പോയിന്റ്സ് സാധാരണ ഉള്ളതിനേക്കാളും ഹയർ ആയിട്ട് തോന്നും. സ്റ്റാഫ് റീഡിംഗ് ലെസ് ദാൻ ആക്ച്വൽ. Therefore, curvature correction നമ്മൾ സബ്ട്രാക്റ്റീവ് എന്ന് പറഞ്ഞു. Refraction correction is always positive. Okay, and refraction correction is normally 1/7 of curvature correction. 1/7 of 0.0785. So the value will be 0.0112 d². So ഈ രണ്ടിന്റെയും കമ്പൈൻഡ് ഇഫക്റ്റ് ആണ് കമ്പൈൻഡ് കറക്ഷൻ ഫോർ കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ. സോ ദാറ്റ് വിൽ ബി മൈനസ് പോയിന്റ് അല്ലെ, നേരത്തെ നമുക്കറിയാം -0.0785 d² പ്ലസ് 0.0112 d² വിച്ച് വിൽ ബി -0.06728 d² എന്നാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. ഓക്കെ, സോ ഈ കറക്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് we have to keep the instrument dumpy level midway between the backside and foresight. അപ്പം എക്കും ഈ കാണുന്ന റീഡിങ്, ഈ കാണുന്ന സ്റ്റേഷൻ, അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് നമ്മൾ ഇൻസ്ട്രുമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഇക്വേഷൻ, അതായത് കർവേച്ചർ കറക്ഷനും അതുപോലെ റിഫ്രാക്ഷൻ കറക്ഷനും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരില്ല. കിട്ടുന്ന റീഡിങ് അങ്ങനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. അപ്പോൾ എറർ ഡ്യൂ ടു കർവേച്ചർ ആൻഡ് റിഫ്രാക്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വി ഹാവ് ടു പ്ലേസ് ദ ഇൻസ്ട്രുമെന്റ് മിഡ്വേ ബിറ്റ്വീൻ ദ സ്റ്റേഷൻ, അല്ലെങ്കിൽ we have to balance backside and foresight. Balancing of backside and foresight is essential.